ഹായ്, ഞാൻ സരിതാസി നായർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. വിവാഹിതരായ ആളുകളുടെ അല്ലെങ്കിൽ പങ്കാളികളുള്ളവരുടെ ഒരു പരാതി, സ്വന്തം പങ്കാളിയെ പറ്റിയുള്ള പരാതിയാണ്. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും അതിൽ എന്തെങ്കിലും ഒരു കുറ്റം അവർ കണ്ടുപിടിക്കും. ചെയ്യാത്തൊരു കാര്യത്തിൽ ഒരു നെഗറ്റീവ് എങ്കിലും കണ്ടുപിടിക്കും. എത്രയൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതിലൊന്നൊരു തൃപ്തി വരാതെ എവിടെയെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് എങ്കിലും കണ്ടുപിടിക്കുന്ന പങ്കാളികളെ പറ്റി കുറ്റം പറയുന്ന അല്ലെങ്കിൽ പരാതി പറയുന്ന ആൾക്കാർ എൻ്റെ മുമ്പിലും വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് പുരുഷന്മാരിലും ഉണ്ട്, സ്ത്രീകളിലും ഉണ്ട് കേട്ടോ. അല്ലാണ്ട് ഭർത്താക്കന്മാർ മാത്രം അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഭാര്യമാർ അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല. അങ്ങനെ ചെയ്യുന്ന ഭാര്യമാരും ഉണ്ട്, ഭർത്താക്കന്മാരും ഉണ്ട്. അപ്പോൾ ആ പങ്കാളികളെ എങ്ങനെ നന്നാക്കാം എന്നൊക്കെ എന്നോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവരെ അവരുടെ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം? അവർക്ക് സ്വന്തം കാര്യം ചിന്താപാത, അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, നമ്മളെപ്പറ്റി ഒരു ചിന്തയും ഇല്ല, നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൽ കുറ്റം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പങ്കാളികളോട്, അവരുടെ പങ്കാളികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അത് അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതായത് അവർക്ക് അവരുടെ കാര്യം, സ്വന്തം കാര്യം ചിന്താപാത. അങ്ങനെ നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ പറയുമ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ പറ്റി. സോ അങ്ങനെയുള്ളൊരു ഡിസോർഡറാണ്. അവർക്ക് അവരോട് മാത്രമേ സ്നേഹമുള്ളൂ, സെൽഫ് ലവ് മാത്രമുള്ള ആളുകളായിരിക്കും. അവർക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്തു കൊടുത്താലും ഒരു തൃപ്തി ഉണ്ടാവില്ല. പിന്നെയും ഇങ്ങോട്ട് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കൊന്നും തിരിച്ച് കൊടുക്കേണ്ട ഒരു സാധനമാണ് സ്നേഹവും ഈ പരിഗണനയും കെയറും ഒക്കെ. ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ തിരിച്ചെൻ്റെ പാർട്ട്ണർക്കും കൊടുക്കണം, പാർട്ട്ണർ അതൊക്കെ അർഹിക്കുന്നുണ്ട് എന്നൊരു ചിന്താഗതി അവർക്കില്ല. സോ അങ്ങനെയുള്ളവരെ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ചതുകൊണ്ടോ അങ്ങനെയുള്ളവർ കൗൺസിലിങ്ങിനും തെറാപ്പിക്കും ഒന്നും വരാൻ ചാൻസും ഇല്ല. അഥവാ വന്നാൽ തന്നെ നമ്മൾക്ക് അവരെ മാറ്റിയെടുക്കാനും ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെയുള്ളവരെ മാറ്റാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കേണ്ട പങ്കാളികൾ നിങ്ങൾ സ്വയമായി മാറാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനെന്താ ഇങ്ങനെ പറയണേ, എനിക്കല്ലല്ലോ കുറ്റം, എൻ്റെ പങ്കാളിയുടെ കുറ്റത്തിന് ഞാനെന്താ മാറണ്ടേ? അങ്ങനെയല്ല. നിങ്ങൾ സ്വയമേ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക, നിങ്ങൾ സ്വയമേ നിങ്ങളെ കെയർ ചെയ്യാൻ പഠിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും, ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം പോലും എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടി, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ത്യജിച്ചിട്ടുണ്ട്. എന്തിന്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അത് കാണാനും അത് അപ്രീഷിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളുടെ പാർട്ട്ണർക്ക് കഴിയുന്നില്ലെങ്കിൽ അവസാനം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ. സോ നിങ്ങൾ അങ്ങനെ ഒരു പാർട്ട്ണറോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ പരിഗണിക്കുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ട പരിഗണനയും സ്നേഹവും തരുന്നില്ലെങ്കിൽ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്ത് പോകാനോ വഴക്കുണ്ടാക്കാനോ നന്നാക്കാനോ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കാൻ ശ്രമിക്കുക. അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ. സോ ആരായാലും നിങ്ങൾക്ക് സ്വന്തം സെൽഫ് കെയർ, സെൽഫ് ലവ് ശീലമാക്കുക. അല്ലാതെ നമ്മൾക്ക് അവരെ നന്നാക്കാൻ സാധിക്കില്ല. അങ്ങനെ നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ അതിനു വേണ്ടി ശ്രമിച്ച് പരാജയപ്പെടും. സോ നമ്മളുടെ പാർട്ട്ണർ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നന്നാക്കാൻ ശ്രമിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ സ്വയം നമ്മൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുക, നമ്മളെ സ്വയമേ സ്നേഹിക്കുക, നമ്മൾക്കുള്ള കെയർ നമ്മൾ തന്നെ കൊടുക്കുക. നമ്മളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മളുടെ ഇപ്പോൾ ഹോബി ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, സ്കില്ലുകളായിക്കോട്ടെ, അത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസത്തിലേക്ക് മുടങ്ങിപ്പോയവരാണെങ്കിൽ അത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ജോലി ഉപേക്ഷിച്ചവരാണെങ്കിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ, നമ്മുടെ കഴിവുകളെ തന്നെ ബൂസ്റ്റ് ചെയ്യാനുള്ള, ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ നോക്കുക. അത് മാത്രമേ മാർഗമുള്ളൂ. സോ അങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. മറ്റുള്ളവരുടെ അപ്രീസിയേഷന് വേണ്ടി ശ്രമിക്കണമെന്നില്ല. നമുക്ക് നമ്മളെ സ്വയമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാം. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നമ്മുടെ തോളിലും തട്ടിയിട്ട് വെരി ഗുഡ് ജോബ് എന്ന് നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. നമുക്ക് ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടുപിടിക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി രുചിയോടെ മൈൻഡ്ഫുള്ളായിട്ട് കഴിക്കാം. നമ്മൾ പലപ്പോഴും രുചിയായിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാത്തവരാണ്. സോ ആ രുചിയോടെ കഴിക്കാം. സ്വയമായിട്ട് സന്തോഷം കണ്ടുപിടിക്കുക. നമ്മളുടെ സന്തോഷം വേറെ ആരും കൊണ്ടുതരില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇന്നത്തെ വീഡിയോ ഗുണകരമായി വിശ്വസിക്കുന്നു. വേറൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.